തൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പാരൻസിൻ്റെ ചില ആറ്റിറ്റ്യൂഡുകൾ കുട്ടികളുടെ പ്രോപ്പറായ ട്രെയിനിങ്ങിനെ ബാധിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാരൻസ് വെയിറ്റ് ചെയ്യും. ഇത് ശരിയാവും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് ശരിയാവും, ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയാൽ റെഡി ആവുമായിരിക്കും എന്നൊരു ചിന്തയിലിരിക്കുന്ന പാരൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് അംഗീകരിക്കാതിരിക്കലാണ്. അപ്പോൾ പാരൻസിന് അറിയാം കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായാലും അവരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. അയ്യോ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊന്നും ഇല്ലേ. ഒരുപക്ഷെ എല്ലാ വഴികളിലൂടെയും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാലും അവർക്ക് അംഗീകരിക്കാൻ ഒരു മടിയാണ്. അംഗീകരിച്ചേ പറ്റൂ. പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ അത് അംഗീകരിച്ച് അതിന് കൃത്യമായ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് കൃത്യമായ മാറ്റം വരുള്ളൂ. അതും എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു ലേബൽ വരുമല്ലോ, കുട്ടിക്ക് ഡിഫറെൻ്റ് ലേബിൾഡ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു ലേബൽ വരുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്ന പാരൻസ് ഉണ്ട്. ഏത് കാലം കഴിഞ്ഞാലും നമ്മൾ ട്രെയിനിങ് കൊടുക്കണ്ടേ? അപ്പോൾ അത് എത്രയും നേരത്തെ കൊടുക്കാൻ പറ്റിയോ അത്രയും നല്ലത്. അപ്പോഴേക്കും കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയാലോ, അപ്പോൾ ലേബൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, കുട്ടിക്ക് പ്രശ്നമുണ്ട്, അംഗീകരിക്കാതിരിക്കുന്നത് ഒരു ഘട്ടം. അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഓട്ടമാണ്. തെറാപ്പി സെൻറ്റർ മൊത്തം കയറി ഇറങ്ങും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അത് പാരൻസ് മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം തന്നെ 3-4 തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. പാരൻസ് എന്തായാലും ക്ഷീണതയാവും. അതേപോലെ തന്നെയല്ലേ കുട്ടികൾക്ക് ഒരു കൃത്യമായ അറ്റൻഷൻ കിട്ടുന്ന സമയം ഒരു 20 മിനിറ്റാണ്. 20 മിനിറ്റാണ് കൃത്യമായ അറ്റൻഷൻ കിട്ടുന്ന സമയം. ആ മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോവാണ്. എന്നിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തെറാപ്പി സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന രീതി ആയിരിക്കില്ല അടുത്ത തെറാപ്പി സെൻറ്ററിന്. കമാൻഡ്, ആളുകൾ എല്ലാം മാറ്റമാണ്. കൂടാതെ ഓട്ടിസമുള്ള കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് സോഷ്യൽ സ്കില്ലാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ പല കമൻറ്റുകൾ പല ആളുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന സമയത്ത് കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് പാരൻസ് മനസ്സിലാക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കൂടാതെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, ഫോണിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കത് അടിച്ച് നോക്കി കൃത്യമായിട്ട് അത് പഠിച്ചെടുക്കുക. പാരൻസ് അത് കൃത്യമായിട്ട് പഠിച്ച് വീട്ടിൽ നിന്ന് കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം. എന്നാലേ കുട്ടിക്ക് മാറ്റം വരികയുള്ളൂ. അപ്പോൾ ചിലരുണ്ട് തെറാപ്പി സെൻറ്ററിൽ കൊണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് കൊടുത്ത് ഇനി മതി, വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടിയുടെ ലോകത്ത് കളിക്കുന്നു. പാരൻസ് ആണെങ്കിൽ അവരുടെ തിരക്കും കാര്യങ്ങളായിട്ട് പോകുന്ന അങ്ങനെ ആയിരിക്കരുത്. എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടുക കുട്ടികളെ. എന്നിട്ട് കുട്ടികൾക്ക് ഡെയിലി റൊട്ടീൻസിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരിക. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാറ്റം വരും. ഓക്കേ.